വിശുദ്ധ വേദപുസ്തകത്തിൽ ഭക്തനായ ജോബിനെ പറ്റി നാം വായിക്കുന്നു. നമ്മുടെ ആരാധനകളും ഭക്തി നിർഭരമായിരിക്കണം. പ്രാർത്ഥന, ആരാധന, ഗാനങ്ങൾ എല്ലാം ഭക്തി നിർഭരമായിരിക്കണം എന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സാറാഫുകളുടെ ആരാധനയിൽ സാറാഫുകൾ 6 ചിറകുള്ള സാറാഫുകൾ 2 ചിറകുകൾ കൊണ്ട് മുഖംമൂടി, 2 ചിറകുകൾ കൊണ്ട് പാദം മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഭക്തി നിർഭരമായി ആരാധിക്കുന്ന അനുഭവം വേദപുസ്തകത്തിൽ എത്രയോ ആകർഷണീയമായി എഴുതി ചേർത്തിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന സെക്രട്ടറി, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അനുഗ്രഹീതനായ വൈദികൻ ഫാദർ സി ജോൺസൺ മുളമുട്ടിൽ നമ്മോടൊപ്പമുണ്ട്. അച്ഛൻ്റെ ആരാധനകളും പ്രാർത്ഥനകളും വളരെ ഹൃദയസ്പർശിയാണ്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. അച്ഛാ, ഒരു ചോദ്യം. അച്ഛൻ്റെ ശുശ്രൂഷകൾ ഞാൻ ശ്രദ്ധിച്ചു. കുർബാന ഞാൻ ശ്രദ്ധിച്ചു. അച്ഛൻ്റെ ഓരോ ശുശ്രൂഷകളും ശ്രദ്ധിച്ചപ്പോൾ എന്നെ വല്ലാതെ അത് ആകർഷിച്ചു. കാരണം കുർബാന ചെല്ലുമ്പോഴും മറ്റ് ശുശ്രൂഷകളൊക്കെ ചെല്ലുമ്പോഴും അച്ഛൻ മാത്രമല്ല, ആ ജനം മുഴുവൻ അത് ആസ്വദിച്ച്, അച്ഛൻ തന്നെ ആസ്വദിച്ചാണ് അത് ശുശ്രൂഷ ചെയ്യുന്നത്. മറ്റു വൈദികരിൽ നിന്നൊക്കെ വ്യത്യസ്തത എനിക്ക് തോന്നി. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് പറയാമോ? എല്ലാ അച്ഛന്മാരും ഒരുപോലെ തന്നെയാണ്, എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ്. ആ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ അതിനകത്തോട്ട് ഒരുങ്ങിയാണ് എല്ലാ അച്ഛന്മാരും കുർബാന ചൊല്ലുന്നത്. പക്ഷേ ബ്രദർ പറഞ്ഞതുപോലെ ആസ്വദിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട് എന്നുള്ളതാണ്. ആസ്വാദനത്തോടു കൂടിയാണ് ഞാൻ ആ ഒരു കുർബാന ചൊല്ലുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഭൂമിയുടെ എല്ലാ മനുഷ്യജീവികളെയും ചരാചരങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കണമെന്നതായ വലിയൊരു അതിയായ വാഞ്ചയോടെയാണ് അവിടെ ചൊല്ലുന്നത്. ദൈവമേ, എൻ്റെ കുർബാന നിമിത്തം ഒരു മനുഷ്യൻ പോലും പ്രയാസപ്പെടുവാനോ ഭാരപ്പെടുവാനോ ഇടയായിത്തീരുന്നത്. ദൈവമേ, ഞാനിവിടെ ചൊല്ലുന്ന ഓരോ ആരാധനകളും നിന്റെ ജനത്തിന് അനുഗ്രഹമായി തീരണമെന്നുള്ളതായ ഒരു സമർപ്പണത്തോടു കൂടിയാണ് ഞാൻ അവിടെ അർപ്പിക്കുന്നത്. എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് അർപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാനും ഒന്ന് അർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കുറച്ചുകൂടെ ദൃഢമായിട്ടും ഒക്കെയും ഞാൻ മറ്റുള്ളവരുടെ ഒരു വിശുദ്ധ കുർബാന കേട്ടിട്ടുണ്ട്, അത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ പിതാക്കന്മാരായിരിക്കുന്ന ആളുകളും അവരും ആസ്വദിച്ചിട്ടാണ് കുർബാന ചൊല്ലുന്നത്. അത് കണ്ടാണ് ഞാനും പഠിച്ചിട്ടുള്ളത്. ഇതാണ് എന്നിൽ സ്വാധീനം ചെലുത്തിയത്. അതുകൊണ്ടാണ് ഞാനത് ഒരു ആരാധന എന്ന് പറഞ്ഞാൽ വേറിട്ട് നിന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു വലിയ സമർപ്പണമാണെന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ക്രമീകരണത്തിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അച്ഛൻ ദൈവവിളിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? എൻ്റെ അമ്മ കുഞ്ഞുനാൾ മുതൽ തന്നെ എന്നെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞാൻ വിപ്ലവകരമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ വഴുതി പോയായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ഞാൻ ഈ ഒരു ദൈവവിളിയിലേക്ക് അവിടെ പ്രവേശിപ്പാനൊക്കെ ഇടയായിട്ടുണ്ട്. ഡിഗ്രിക്ക് SN കോളേജിൽ പഠിക്കുമ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ SFIയുടെ ആ നിലയിൽ നല്ല ഒരു പ്രവർത്തകനായി തന്നെയാണ് ഞാൻ അവിടെ നിലകൊണ്ടത്. പക്ഷേ എങ്കിലും ദൈവവിളിയുടെ അനുഭവം എന്നിൽ ഉണ്ടായതുകൊണ്ട് എന്നെ അതിൽ നിന്നും കുറച്ചുകൂടി അകറ്റി കൊണ്ടുവന്നു. എൻ്റെ അമ്മ ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടൊരവസ്ഥയും കൂടിയായിരുന്നു. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് വാങ്ങിപ്പോയാലും നമ്മുടെ വാങ്ങിപ്പോയവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതായ വിശ്വാസമാണ് നമ്മെ ഭരിക്കുന്നതും നയിക്കുന്നതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും ഞാൻ വീഴ്ചപ്പെട്ടിട്ടുള്ളതും. അതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ ഒരു അനുഭവത്തിൽ വിശുദ്ധ മഹായുടെ ആ ഒരു പടികൾ വിട്ടുമാറാതെ ചവിട്ടി ആ ആരാധനയുടെ അനുഭവം നിലകൊണ്ടതുകൊണ്ടാണ് എന്നെ ദൈവവിളിയിലേക്ക് ദൈവം എന്നെ ഒരുക്കിയതെന്ന് ഞാൻ എപ്പോഴും കരുതുകയാണ്. എൻ്റെ അമ്മയാണ് എല്ലാറ്റിൻ്റെയും മുഖാന്തരമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം ശരിക്കും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് അച്ഛൻ പ്രവേശിച്ചത് അതിനുള്ള നിയോഗം എന്തായിരുന്നു?
തീർച്ചയായിട്ടും ഇതൊരു വലിയ കഷ്ടപ്പാടാണ്, വേദനയാണെന്ന് വ്യക്തമായിട്ടറിയാം. ഞാനതിനകത്ത് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് ഈ കാര്യങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ മുള്ളിനിടയിൽ നിൽക്കുന്ന റോസാപ്പൂവിനോട് തുല്യമാണ് പൗരോഹിത്യ ശുശ്രൂഷ. ഇത് വലിയ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ ഓഡിറ്റിന് വിധേയരായിട്ടുള്ളവരാണ് പൗരോഹിത്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് അത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ബോധം എന്നെ ഭരിക്കുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ശരിക്കും അച്ഛന് ദൈവിക രോഗശാന്തി, നമ്മൾ രോഗശാന്തിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് യേശു തമ്പുരാൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഉഴവുകാർ അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറിയെന്നാണ് പ്രവാചകൻ പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ആ വിലാപ്പുറത്ത് നിന്നൊഴുകിയ തിരുരക്തം, അവിടുത്തെ പുറത്ത് ഏറ്റ അടികൾ, അവൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെപ്പറ്റി തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നുണ്ട്. അത്തരം സൗഖ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അനുഭവത്തിൽ ഞാൻ തളർന്നു പോയൊരവസ്ഥയുണ്ട്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ തളർന്നു പോയൊരവസ്ഥയുണ്ട്. എൻ്റെ കാല് മുഴുവനും ആ തളർന്ന ഒരവസ്ഥയിൽ ഡോക്ടർ ചെറിയാൻ തോമസ് സാർ, ഞാൻ തിരുവനന്തപുരത്ത് കുമാരപുരം പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ 8 നോമ്പിൻ്റെ അനുഭവത്തിൽ ഞാൻ തളർന്നു കിടക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ വീട്ടിൽ വന്ന് പരിശോധിച്ചു. അവസാനം ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ രാത്രിയുടെ യാമത്തിൽ നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, ഈ 8 നോമ്പിൻ്റെ 7ാമത്തെ ദിവസമെങ്കിലും അവസാന ദിവസമെങ്കിലും നിൽക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. 8ാം ദിവസം ആയപ്പോഴേക്കും എന്നെ ദൈവം എഴുന്നേൽപ്പിച്ച് അവിടെ നിർത്തി എന്നുള്ളതാണ് ഒരു വലിയ അതിശയം. ദൈവം തൊട്ടു എന്നുള്ളതാണ്. ഇതേപോലെ എത്ര അനുഭവങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, വിശപ്പിൻ്റെ അനുഭവം, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെയും അവൻ്റെ മുന്നിൽ കരഞ്ഞാൽ, നമ്മുടെ കണ്ണുനീരൊന്ന് വീണാൽ അവൻ നമ്മെ വെറുതെ വിടുകയില്ല. ഇഷ്ടം പോലെ തന്നിട്ടുള്ള ദൈവമാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. എത്ര ഒത്തിരി കാര്യങ്ങളുണ്ട്. 1000 അല്ല 10,000 അല്ല, ഒത്തിരി ലക്ഷക്കണക്കിന് കാര്യങ്ങൾ എനിക്കിങ്ങനെ പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൊണ്ടൊന്നും ധീരതയില്ല. അതുകൊണ്ട് ദൈവത്തിന് 1000 നന്ദി, സ്തുതിയും സ്തോത്രവും ഹാലലുയായും എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന ഇത് മാത്രമാണ്. യേശുവേ, ദാവീദ് പുത്ര, ഈ മഹാഭാവിയെ എന്നോട് കരുണ ചെയ്യണമേ എന്നുള്ളതായ ഒരു വലിയ പ്രാർത്ഥന എന്നോട്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധികളിലും എനിക്ക് അതിജീവിക്കാൻ കൊണ്ട് കൃപ ദൈവം നമ്മളെ തന്നിട്ടുണ്ട്. അച്ഛാ, നമ്മുടെ കുറിയേലായിസോ അച്ഛനിപ്പം പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. മഹാഭാവിയ എന്നോട് കരുണ തോന്നണമേ എന്ന കുരുടൻ്റെ നിലവിളിയെ സംബന്ധിച്ചാണ് അച്ഛൻ സൂചിപ്പിച്ചത്. പലർക്കും കുറിയേലായിസോ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആളുകളുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? കുറിയേലായിസോ, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ളതാണ് കുറിയേലായിസോൻ എന്ന വാക്കിന്റെ അർത്ഥം. കുറിയേലായിസോൻ എന്ന വാക്ക് തന്നെ ഗ്രീക്ക് പദമാണ്. നമ്മുടെ ആരാധനയിൽ 2-3 ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മലയാളം, ഒന്ന് സുറിയാനി, 2-3 ഗ്രീക്ക്. ഈ ഗ്രീക്ക് പദത്തിലാണ് നമ്മളെപ്പോഴും ആ ഒരു അനുഭവത്തിലാണ്. നമ്മുടെ വേദപുസ്തകം തന്നെ ഹീബ്രു, അതുപോലെ തന്നെ ഗ്രീക്ക്, ഈ സുറിയാനി എന്നീ തലങ്ങളിലാണല്ലോ നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഗ്രീക്കും ഉപയോഗിക്കുന്നുണ്ട്, സുറിയാനി ഉപയോഗിക്കുന്നുണ്ട്, മലയാളം ഉപയോഗിക്കുന്നുണ്ട്, ഹീബ്രു ഉപയോഗിക്കുന്നുണ്ട്. ആമീൻ എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്രകാരം തന്നെയാണ്. അപ്പോ കുറിയേലായിസോ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രാർത്ഥനയാണത്. അത് കുരുടനെ മാത്രമല്ല, ലോകത്തുള്ള യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥനയാണ്. ലോർഡ്സ് പ്രയർ എന്നാണ് അതിന് പറയുന്നത്. യേശുവേ, ദാവീദ് പുത്ര, ഈ മഹാഭാവിയെ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ഉള്ളത് നമ്മുടെ ഈ ദൈവത്തിൻ്റെ ലോർഡ്സ് പ്രയർ എന്നാണ് അതിനെ പറ്റി പറയുന്നത്. ഇത് നമ്മുടെ പിതാക്കന്മാർക്ക് കൊന്ത ജപം ഉണ്ടായിരുന്നു, അറിയാമോ? നമ്മുടെ സഭയുടെ ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ കൊന്ത ജപം എന്ന് പറയുന്നത്. എന്ന് പറയും, യേശുവേ, ദാവീദ് പുത്ര, മഹാഭാവിയോട് കരുണ ചെയ്യണമേ. അതിന് ഓരോരോ ആ ഒരു നിലയിലുള്ള കൊന്ത ജപപ്രാർത്ഥനയുണ്ട്. നമ്മുടെ കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ഈവാനസ് തിരുമേനി ഇതിനെ സംബന്ധിച്ച് പറയുമായിരുന്നു, ഈ കൊന്ത ജപത്തെ പറ്റി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും ഉണ്ടായിരുന്നതാണ്. മരിച്ചിട്ട് ജീവിച്ച മനുഷ്യനായിരുന്നത്.
ആ ഒരു അനുഭവത്തിലുള്ള വലിയൊരു ഒരു 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 വലിയ ത്യാഗിയായിരുന്നു, ഒരു വലിയ മഹാനായിരുന്നു ഈ വനസ്തിരുമേനി. ഞാൻ എൻ്റെ ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതേപോലെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ഒരു ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരുപക്ഷെ ഞാൻ ജനങ്ങളോട് പറയാറുണ്ട്, സന്ധ്യാ നമസ്കാരം ഒരുപക്ഷെ നമുക്ക് നടത്താൻ തക്കവണ്ണം സാധിക്കാത്തൊരു സന്ദർഭമാണെങ്കിൽ മൗനമായിരുന്നു നമ്മൾ ഏതെങ്കിലും പൊതുവാഹനത്തിലായിരിക്കും. അപ്പോഴവിടെ നമ്മുടെ കൊന്ത എടുത്ത് ആരെയും കാണിക്കാതെ, ഈ കൊന്ത ആരെയും കാണിക്കാതെ എന്ന് ചൊല്ലാനായിട്ട്, കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശക്തി പോകുന്നതാണ് പൊതുവെ എനിക്ക് കിട്ടിയിട്ടുള്ളതായ ഉപദേശം. അതുകൊണ്ട് കാണിക്കാതെ തന്നെ യേശുവേ ദാവീദ് പുത്ര ഈ മഹാഭാവി എന്നോട് കരുണയുണ്ടാകണമേ. യേശു അത് 50 പ്രാവശ്യവും 51 പ്രാവശ്യം 101 പ്രാവശ്യം ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തിയാണ്. ഇതാണ് എന്നെ ബലപ്പെടുത്തിയിട്ടുള്ളത്, എന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്രാർത്ഥന തന്നെയാണ്. ഇന്നും അത് തന്നെയാണ്. ആരാധനയ്ക്ക് മുമ്പായിരുന്നാലും പിമ്പായിരുന്നാലും ശരി, ഈ ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു ടൈം ടേബിളായിട്ട് തന്നെ ഞാൻ നിർവഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഈ ദൈവ നടത്തിപ്പിന്റെ നേർക്കാഴ്ചകൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളെയൊക്കെ ദൈവം നടത്തിയ വഴികളെ പറ്റി നമ്മൾ പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. ദൈവം അവർക്ക് മന്ന കൊടുക്കുന്നു, ഗടപക്ഷി കൊടുക്കുന്നു, ദൈവം അവർക്ക് മരുഭൂമിയിൽ ചെങ്കടൽ പിളർക്കുന്നു, യോർദാൻ വറ്റിക്കുന്നു, പിന്നെ മാറായി മധുരമാക്കുന്നു, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ഇസ്രായേലിനെ നടത്തിയ 1000 അനുഭവങ്ങൾ നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം നടത്തിപ്പ് അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന, കൈക്ക് പിടിച്ച് നടത്തുന്ന, ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ പങ്കിടാറുണ്ട്. ഉണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു പ്രാർത്ഥിച്ചു നാം കൊടുക്കും സുധാര കഴിഞ്ഞാണ് പ്രാർത്ഥന, ശയന പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത്. കിടന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ടാകും. അത് നമ്മളോട് പറയാൻ തക്കോണം കഴിയുകയില്ല. പക്ഷെ ജീവിതത്തിൽ ദൈവം നടത്തിപ്പെന്ന് പറഞ്ഞല്ലോ, ആ ദൈവം നടത്തിപ്പെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ ദൈവം നടത്തിപ്പാണ്. ജീവിതത്തിൽ അവർ ഇങ്ങോട്ട് പൈസ വാങ്ങിച്ചാണ് പഠിച്ചത് ഗവൺമെൻറ്റിൽ നിന്ന്. വണ്ടർഫുൾ. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ജീവിതത്തിൽ എല്ലാവരും ലക്ഷക്കണക്കിന് രൂപ എഞ്ചിനീയറിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ 5 പൈസ കൊടുക്കാതെ ഇങ്ങോട്ട് ഗവൺമെൻറ്റിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും കേരള ഗവൺമെൻറ്റിൽ നിന്നും വാങ്ങിയിട്ടുള്ള മക്കളാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അതെൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. അതിനപ്പുറമായിട്ട് വേറെ അത്ഭുതം എനിക്ക് പറയാനായിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ, മകളുടെ കല്യാണങ്ങളുടെ കാര്യങ്ങളിലൊക്കെയും ഞാൻ നോക്കുമ്പോൾ 5 പൈസ കയ്യിലില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ദൈവം എവിടുന്നോ മുകളിൽ നിന്ന് കെട്ടിയിറക്കി തന്നിട്ടുള്ള ഒരു ഓവർ തന്നെയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ ഓരോന്നും ഞാൻ വിശന്നിരിക്കുമ്പോഴും ഭാരപ്പെട്ടിരിക്കുമ്പോഴും വേദനപ്പെട്ടിരിക്കുമ്പോഴും യേശുവെ ഈ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും. നേരത്തെ പറഞ്ഞ പ്രാർത്ഥന എന്താ? യേശുവെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അതായത് നമ്മൾ ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, ഒത്തിരി പള്ളികളിലേക്ക് ചില ശുശ്രൂഷകൾ സമയത്ത് നീട്ടി ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കുറിയേ, നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാമോ? കുറിയേ എത്ര മണിക്കൂറുകൾ ചെല്ലിയാലും മതി വരത്തില്ല. ഇത് നമ്മുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ഏത് ശുശ്രൂഷയിലും കുറിയലാശം ഇല്ലാത്ത ശുശ്രൂഷയില്ല നമുക്ക്. അത്ര ശക്തമാണ്. അതിന് ഈ മന്ത്രം നമ്മൾ ചൊല്ലിയ ദൈവം തമ്പുരാൻ നമ്മെ അവിടുന്ന് വാലിൽ അതിനെ തലയാക്കി തീർക്കുമെന്ന് പറയത്തില്ലേ? അത്തരത്തിലുള്ള ശക്തി അതിനുള്ളത്. ഇതാർക്കും അറിയില്ല. ഈ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥന എത്രയോ ഹൃദയസ്പർശിയാണ്. ഇതിന്റെ ആ രഹസ്യം എന്ന് അച്ഛൻ പറയാം. ഇത് യെശയ്യാപ്രവാചക പുസ്തകത്തിലും വെളിപാട് പുസ്തകത്തിലും അവിടെ ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതൊരു വലിയ അനുഭവം പറയുന്നത് കർത്താവ് തമ്പുരാൻ കുരിശിന്മേൽ അവിടെ തറയ്ക്കപ്പെട്ട് കബറടക്കപ്പെടുന്നതായ ആ സമയത്ത് നിക്കോദിമോസും അരിമത്തിക്കാരനായ യോസേഫും കൂടിയാണല്ലോ കർത്താവിൻ്റെ ശരീരം പൊതിഞ്ഞ് കല്ലറയിലേക്ക് കൊണ്ടുപോകുന്ന, അടുത്തുള്ള കല്ലറയിലേക്ക്. അരിമത്തിക്കാരനായ യോസേഫിൻ്റെ കല്ലറയാണല്ലോ അത്. അപ്പോൾ ആ കല്ലറയിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ഈ ദൂരെ നിന്നുകൊണ്ട്
സ്രോപ്പേൻ മാലാഖന്മാർ. ഈ സ്രോപ്പേൻ മാലാഖ സ്രാപ്പികൾ എന്നാണ് പറയുന്നത്. അത് നേരത്തെ പിന്നെ ബ്രദർ പറയുന്നുണ്ടായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ പറയുന്നത് 6 ചിറകുള്ള സ്രോപ്പേന്മാർ 2 കൊണ്ട് മുഖം മൂടി 2 കൊണ്ട് കാൽ മൂടി 2 കൊണ്ട് പറന്നുകൊണ്ട് യഹോവയാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തിട്ട് രസിക്കുന്നതായ ആ ശബ്ദം. ഇവിടെയാണ് സ്രാപ്യന്മാർ അവിടെ നിന്ന് ചൊല്ലി, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഇത് വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധൻ 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 എന്ന് ആർത്തിട്ട് രസിക്കുന്നതായ ശബ്ദം. ഇത് കേട്ടപ്പോൾ അരിമത്യക്കാരനായ യോസേഫും നിക്കോദിമോസും കൂടെ അവിടെ നിന്നുകൊണ്ട് പറയുണ്ടായി, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാൻ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത പരിശുദ്ധനാകുന്നു. അരിമത്യക്കാരൻ യോസേഫ് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇതാണ് ഈ പ്രാർത്ഥന. അല്ലാതെ വേറെ അവിടെ നിന്നോ ഇവിടെ നിന്നോ ഒന്നും എടുത്തതല്ല. ഇത് പിതാക്കന്മാർ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കണ്ടെത്തിയ ഉൾജ്ഞാനമാണ് നമുക്ക് വിളമ്പി തന്നിട്ടുള്ളത്. ഇത് അഭങ്കരം കാത്തു പരിപാലിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹമേ ഉള്ളൂ. ഇത് ഏറ്റു പറയുമ്പോൾ തന്നെ അവൻ വിശ്വാസിയെ ബ്രദറെ അങ്ങനെയല്ല. അതാണ് വിശ്വാസിയെ. അത് മാത്രമല്ല ദൈവമേ നീ പരിശുദ്ധനാന്ന് പറയുന്നു. ദൈവമേ ഞാൻ എത്ര അശുദ്ധിയിൽ വസിക്കുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുമെന്ന് പറയുമ്പോൾ ഞാൻ എത്ര ബലഹീനതയിൽ അവിടെ നിന്നായിരിക്കുന്നു, മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാന്ന് പറയുമ്പോൾ ദൈവമേ മരണത്തിന് അതീതനായി തന്നെ ഞാൻ അവിടുന്ന് കഴിയുന്നു. മരണത്തെ അതിജീവിച്ച ദൈവം എനിക്കുണ്ട്, അവൻ എന്നെ ജീവിപ്പിക്കും. ഇതൊരു വലിയ അർത്ഥമാണത്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അവിടെ കുറിയലായിസോന ഏറ്റു പറയുക, കുറിയലായിസോനോട് കരുണ ചെയ്യണമേ. കള്ളൻ ഏറ്റു പറയുന്നത് ഏറ്റു പറയുക. അതെ 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 ഭയങ്കരമായിരിക്കുന്ന അനുഭവം. നമ്മുടെ ആരാധന പോലെ വേറൊരു ആരാധന ഒക്കില്ല. ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ സുറിയാനി സഭയുടെ സുറിയാനി സഭയുടെ എല്ലാ ആരാധനകളും ഇത്രമാത്രം മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു ആരാധന ഇല്ലെന്നുള്ളതാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ റോൾ മോഡലായി ആരെയാണ് അച്ഛനെ കാണുന്നത്? ഒന്ന്, എൻ്റെ റോൾ മോഡലായിട്ട് എനിക്ക് എൻ്റെ സെക്കുലർ വിദ്യാഭ്യാസത്തിൽ എൻ്റെ ഉമ്മനച്ഛനാണ്. എനിക്ക് വാങ്ങിപ്പോയ എൻ്റെ ഉമ്മനച്ഛൻ അതിനകത്ത് വരും. കാരണം അദ്ദേഹത്തിൻ്റെ ആ നിഷ്ഠയും അദ്ദേഹത്തിൻ്റെ വൃത്തിയും അദ്ദേഹത്തിൻ്റെ ജീവിത ആ ഒരു ശൈലിയും എന്നെ ഏറെ ആകർഷിച്ചു. സത്യമാണ്. രണ്ടാമതായിട്ട് സെമിനാരിയിൽ ചെല്ലുമ്പോൾ എൻ്റെ അഭിമന്യ ഒസ്താത്യുസ് തിരുമേനി, കാലം ചെയ്ത ഒസ്താത്യുസ് തിരുമേനി, അതുപോലെ അഭിമന്യ കാലം ചെയ്ത ഗ്രിഗോറിയസ് തിരുമേനിയും, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ ബാബാ തിരുമേനിയുടെയും, അതുപോലെ കാലം വാങ്ങിപ്പോയ ടി ജെ ജോഷുവാച്ചൻ്റെയും ഒക്കെ എനിക്ക് മാതൃക പുരുഷൻ. അതുപോലെ തന്നെ ഇപ്പോഴുള്ള നമ്മുടെ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ തിരുമേനി ഒക്കെ എൻ്റെ ഒരു മാതൃകാ പുരുഷന്മാരാണ്. സത്യമാണ്. അവരുടെ ആരാധനകൾ, അവരുടെ ഭരണകാര്യങ്ങൾ, അവരുടെ ജീവിതനിഷ്ഠകൾ, അതോടൊപ്പം തന്നെ അവരുടെ അക്ഷരസ്ഫുടതയോടു കൂടിയുള്ളതായ സംസാരങ്ങൾ, ഇതെല്ലാം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ റോൾ മോഡലായി സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള വ്യക്തികളെയാണ് എന്നുള്ള സമയത്ത് അഭിമാനപൂർവ്വം ഞാൻ ഇവിടെ ഓർക്കുകയാണ്. വാങ്ങിപ്പോയ ആ ഗുരുക്കന്മാരെ പ്രത്യേകമായി സ്മരിക്കുന്നു. ഇപ്പോൾ ജീവനോടിരിക്കുന്ന എൻ്റെ ഗുരുക്കന്മാർ നേരത്തെ പറഞ്ഞുണ്ടല്ലോ, ഇപ്പോഴത്തെ പരിശുദ്ധ ബാബാ തിരുമേനി, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സീനിയർ മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഒക്കെയും എൻ്റെ റോൾ മോഡലാണ് എന്നുള്ളത് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് ഉള്ളത് എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഫാദർ ഫിലിപ്പ് മാത്യു റോയച്ചൻ, അതൊക്കെ എൻ്റെ ഒരു മാതൃകയായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണെന്നുള്ള ഈ സമയത്ത് ഓർപ്പിച്ചുകൊള്ളട്ടെ. അച്ഛൻ്റെ വേദപുസ്തകത്തിൽ ആകർഷിച്ചിട്ടുള്ള സഹദേന്മാർ ആരാണ്? സ്തേഫാനോസ് സഹോദരൻ. എന്താണ് സ്തേഫാനോസിന്റെ പ്രത്യേകത? കാരണം അവിടെ ശുശ്രൂഷയ്ക്കായി എടുക്കപ്പെടുമ്പോൾ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി
ഒരുക്കമുള്ളവനായി തന്നെയാണ് അവിടെ തിരഞ്ഞെടുത്തുള്ളതാണ്. ആ ഒരുക്കവും തിരഞ്ഞെടുപ്പും പരിശുദ്ധാത്മാവിൻ്റെ വിളിയുമുള്ള ആ വ്യക്തിത്വത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തന്നെയല്ല ത്യാഗം. കർത്താവിൻ്റെ പ്രാർത്ഥന ആദ്യമായിട്ട് ഉരുവിട്ടത് സ്തേഫാനോസായ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. തന്നെ കല്ലെറിയുന്ന സമയത്ത് തന്നെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധമായി ഒരുമിച്ച് കാണുന്ന മനോഹരമായ കാഴ്ച, ഒരു മഹത്തായ ഒരു ദർശനമായിരുന്നു. സ്വർഗം തുറക്കുന്ന ഒരു അനുഭവമായിരുന്നു. പിന്നെ മശീഹാതമ്പുരാൻ എഴുന്നേറ്റ് നിന്ന് സ്തേഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന ഈ കല്ലേറുകളെല്ലാം മറന്നുപോയില്ലേ, വേദനയെല്ലാം മറന്നുപോയി. അവിടെയാണ് കർത്താവിനെ അറിയുന്നവർക്കെല്ലാം വേദനകളൊക്കെ അതിജീവിക്കാൻ തൊക്കെ കഴിയുമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഉള്ളത്. അതിനെക്കുറിച്ച് തന്നെ ഒരു വലിയ പ്രസംഗം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അച്ഛനെ സംബന്ധിച്ച് ഏറ്റവും ബൈബിളിൽ ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? വെളിപാട് പുസ്തകമാണ്. എന്താണ് വെളിപാട് പുസ്തകം? അങ്ങനെ ആരും അധികം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 3 വരെയുള്ളതായ അധ്യായങ്ങൾ ഭൂമിയെ കുറിച്ചായിരുന്നു. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ സ്വർഗത്തെക്കുറിച്ചാണ്. നമ്മുടെ ദേവാലയത്തിൽ നടക്കുന്നതായ ഉള്ളതായ ത്രോണോസ്, മെഴുകുതിരി, ധൂപക്കുറ്റി, ഇതെല്ലാം എവിടെയുണ്ടെന്ന് ഞാൻ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. ഇത് 7 സഭകൾക്കായിട്ട് എഴുതി എന്നുള്ളതാണ്. 7 എന്ന് പറയുന്നത് അത് 7 സഭകൾക്കായിട്ടല്ല, ഏഷ്യ മൈനാറുള്ള 7 സഭകൾക്കായിട്ട് എഴുതി എന്നുള്ളതാണ്. 7 എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ പൂർണ്ണതയുടെ സംഖ്യയാണ്. ലോകം മുഴുവനും വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ടാണ് ആ പുസ്തകത്തെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് മദ്ബഹായോട് താരതമ്യം ചെയ്യുന്ന അതിൻ്റെ ഉപകരണങ്ങളെല്ലാം വെളിപാട് പുസ്തകത്തിലുണ്ട്. ഞാൻ വേഗം വരും, 2ാമത്തെ വരവിൻ്റെ അനുഭവം വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടുന്ന ഒരു അനുഭവമാണ്. യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ ഇരുന്നു കൊണ്ട് സ്വർഗം തുറന്ന് കണ്ടതായ കാഴ്ചകൾ അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം ഇഷ്ടപ്പെടുന്നത്. ഈ വിശുദ്ധ കുർബാനയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, 2ാം വരവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ് അച്ഛൻ പറയുന്നത്? അത് തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത്, ഒരേ ഒരു കുർബാനയെ നമുക്ക് ആ ഒരു ദിവസം ചൊല്ലാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് 6 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് നമുക്കുള്ളത്. അത്രമാത്രമാണ്. അതായത് ശനിയാഴ്ച വൈകിട്ട് 9 മണിക്ക് അതിന് സന്ധ്യാ നമസ്കാരത്തോട് തന്നെയാണ് ഒരു കുർബാനയുടെ ഒരുക്കം എന്ന് പറയുന്നത്. ആ ഒരുക്കത്തോടു കൂടി, ഉപവാസത്തോടു കൂടിയാണ് നമ്മൾ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ പരശുശ്രൂഷ, കർത്താവിൻ്റെ മാമോദിസ, കർത്താവിൻ്റെ മരണം, അതുതന്നെ അതായത് പീഡാനുഭവവും മരണവും, അതായത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ 2ാമത്തെ വരവ്, ഇതാണ് വിശുദ്ധ കുർബാന. എന്നും ഒരേ കുർബാനയാണ്. നമുക്കൊരു കർത്താവേ ഉള്ളൂ, അതുകൊണ്ടൊരു കുർബാന. നമുക്ക് 2 കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ 2 കുർബാന ഉണ്ടായിരുന്നു, 2 കുർബാന ഉണ്ടായിരുന്നു. പക്ഷെ മാറി മാറാണ്. പക്ഷെ അങ്ങനല്ല. കർത്താവ് ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ഇതെല്ലാം ഒന്നേ ഉള്ളൂ. ആ ഒന്ന് അനുഭവത്തിലാണ് ഒരു കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി അടുത്ത കുർബാന വരെ നമ്മൾ നിലനിൽക്കുന്നതാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. കുടുംബത്തെക്കുറിച്ച് എൻ്റെ കൊച്ചമ്മ തേവലക്കര വൈദ്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. മോന് ഞാൻ പറഞ്ഞതുപോലെ അവന് ഗവൺമെൻറ് തലങ്ങളിൽ തന്നെ റാങ്കോട് കൂടി എൻട്രൻസിന് ഇതാവുകയും CET-യിലും അതോടൊപ്പം തന്നെ TKM കോളേജിലുമായിട്ട് അവൻ ആദ്യം CET-യിലേക്ക് അഡ്മിഷൻ ഇത് വന്നു. അത് കഴിഞ്ഞിട്ട് TKM കോളേജിൽ അടുത്തായതുകൊണ്ട് കൊല്ലം TKM കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് അവന് കിട്ടി. അതിനുശേഷം പിന്നെ അവന് ഗേറ്റ് എഴുതി നമ്മൾ IIT-യിൽ അവന് പഠിച്ചു. ഇപ്പോൾ അവൻ പൂനായിൽ നല്ലൊരു വലിയൊരു കമ്പനിയിൽ, ഇൻ്റർനാഷണൽ കമ്പനിയിൽ തന്നെ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. മകളെ സംബന്ധിച്ച് അവളും ഇതേപോലെ തന്നെയാണ്, പഠിച്ചു, അഡ്വക്കേറ്റായി. ഇപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. അവളും മെറിറ്റോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ, ഒരു ദാനം എന്നല്ലാതെ വേറെ ഒന്നിനും അതിനകത്തൊന്നുമില്ല. കർത്താവെ, നീ തന്നതല്ലാതെ ഒന്നുമില്ല. കർത്താവെ, അധികമായിട്ട് ദൈവമേ കഴുതയെ സംസാരിപ്പിച്ചതുപോലെയാണ് എന്നെ സംസാരിപ്പിച്ചത്.
എല്ലാവരിലേക്കാളും ഞാൻ കുറവുള്ളവനാണ്. ദൈവമാണ് എന്നെ നിറവുള്ളവനാക്കി തീർക്കുന്നത്. ഇന്നും അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കൊരു കഴിവോ ഒരു മിടുക്കോ ഒരു പ്രാപ്തിയോ ഒന്നുമല്ല. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി ഞാൻ നേരത്തെ പ്രാർത്ഥനല്ലോ, യേശുവേ ദാവീദ് പുത്രാ മഹാഭാവി എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാകാം അത് ഞാൻ നല്ലവണ്ണം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എന്നെ ദൈവം നടത്തുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ യോഗ്യനല്ല, അർഹനുമല്ല. എൻ്റെ ദൈവം എന്നെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. ജീവിക്കുന്ന നാൾ മുഴുവനും ദൈവത്തെ സാക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് മാത്രമേ എൻ്റെ അൾട്ടിമേറ്റ് എയിം. എൻ്റെ കർത്താവാണ് എന്നെ നടത്തുന്നത്. എൻ്റെ ദൈവമാണ്, എൻ്റെ യേശു ക്രിസ്തുവാണ് എൻ്റെ ദൈവം, എന്നെ നടത്തുന്നത്. അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അവൻ എല്ലാറ്റിനും മതിയായവൻ. അവൻ മാത്രമാണ് എല്ലാം. ഒരു ചന്ദ്രനിലോ ഒരു സൂര്യനിലോ ഒരു നാളിലോ ഒരു അന്ധവിശ്വാസത്തിലോ എനിക്കൊന്നുമല്ല. എൻ്റെ യേശു ജീവിക്കുന്നുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. ആ യേശുവിനാണ് ഞാൻ ആയിരിക്കുന്നത്. ആ യേശുവാണ് എൻ്റെ എല്ലാം. വിശുദ്ധന്മാരുടെ സംഘത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യേശുവിനെ സ്തുതിക്കുന്നത് വലിയ അനുഭവമാണ് നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാസ്റ്ററായിട്ട് തന്നെ തോമസ് കുട്ടി ബ്രദർ അവിടെ നിലകൊണ്ടു. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട തോമസ് കുട്ടി ബ്രദർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ അടുത്ത ഒരു 2 മാസങ്ങൾക്ക് അല്ല 4 മാസങ്ങൾക്ക് മുമ്പ് ആണ് നമ്മൾ ഒത്തിരി പരിചയപ്പെടാൻ തൊണ്ടിടയായി തീർന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അവറുകൾ MGM ബേയിച്ചാനെ നമ്മൾ ഓമന പേര് വിളിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബേയിച്ചാൻ്റെ അമ്മയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് അന്ന് മുതലാണ് നമ്മൾ അടുക്കാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും അതൊരു വലിയ മുഖാന്തരമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ മനുഷ്യനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തുമാത്രം അത് സഭയോടൊന്നല്ല, സഭയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എത്രയോ പാവത്തങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ വീട്ടിൽ ക്യൂവാ. ആരുടെ ക്യൂവാ? പാവപ്പെട്ടവൻ്റെ, വേദനിക്കുന്നവൻ്റെ, ഭാരം അനുഭവിക്കുന്നുണ്ട്. പള്ളി വന്നാലും ഒരു 500 ഒരു കുത്തി നോട്ട് എടുത്തുകൊണ്ടാണ് വരുന്നത്. പക്ഷെ പള്ളി വന്ന് കഴിയുമ്പോഴത്തേക്ക് തിരിഞ്ഞ് കൈകുത്തും കഴിഞ്ഞ് അങ്ങ് റോഡിലിറങ്ങുമ്പോഴത്തേക്ക് എല്ലാം ഷൂ ആയിട്ട് കാലിയായിട്ട് പോകുന്നത് കാണാം. എന്താ എല്ലാവർക്കും കൊടുക്കും. വന്നു കഴിഞ്ഞാൽ വേവിച്ചാൽ വരുമ്പോഴത്തേക്ക് അവിടെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് ഓർക്കുന്നത്, ഞാൻ ഇപ്പോൾ സന്തോഷിക്കാമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവിടെ മുതലാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. എനിക്ക് കുറച്ചുകൂടെ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പെന്തിക്കോസ്തുകാരുടെ, അതായത് മറ്റു തരത്തിലല്ല ഞാൻ പറഞ്ഞത്, വിശുദ്ധന്മാരെ അവഹേളിക്കുന്ന തലത്തിൽ ഉള്ളതായ ആളുകളുടെ അടുക്കൽ നിന്നും ഒരു അനുഭവത്തിൽ കടന്നു വന്ന ആ മനുഷ്യനെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. അതുകൊണ്ട് ആ സ്നേഹം വലിയുണ്ട്. കാരണം ദൈവം തമ്പുരാൻ ഈ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് രക്ഷിപ്പാനായിട്ടാണ് വന്നത്. ഈ കാണാതെ പോയ ആട് കടന്നു വന്നപ്പോഴത്തേക്ക് ഇതിനു വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. അതാണ് എൻ്റെ സന്തോഷം. അച്ഛൻ്റെ പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച വന്ന് പ്രസംഗിക്കാൻ വന്നു. അരമണിക്കൂർ പ്രസംഗിക്കാൻ നല്ലൊരു പ്രസംഗമായിരുന്നു. വളരെ ഭംഗിയായൊരു പ്രസംഗമായിരുന്നു. എനിക്കത് തോന്നി. അങ്ങനെ ഞാൻ വിളിച്ചു. എന്തായാലും കടന്നു വന്നു. ലോകം മുഴുവൻ അച്ഛൻ്റെ ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രേക്ഷകരുടെ അടുത്താണ് പറയാനുള്ളത്. ഒരു വാക്ക് ഒന്നുമില്ല. യേശു ക്രിസ്തുവാണ് എല്ലാം. അതിനപ്പുറമായ ഒന്നുമില്ല. പരിശുദ്ധ സഭ യേശു ക്രിസ്തു സ്ഥാപിച്ചു. ആ ഒരു അനുഭവത്തിൽ പരിശുദ്ധ മാർത്തോമാസ് ശ്ലീഹായുടെ ആ സിംഹാസനത്തിൻ്റെ അനുഭവത്തിനായി തീർന്നുകൊണ്ട് ഈ ഒരു യേശുവിനെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ഇടയായി തീരണം. ഒന്നുമില്ല, നമ്മൾ ഒന്നും അല്ല, ആരും അല്ല. ദൈവമാണ് നമ്മെ ആ വലിയവനാക്കുന്നത്. നമ്മൾ ആകേണ്ടതുപോലെ ആകുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. പൂർണ്ണമായിരിക്കുന്ന ദൈവസമർപ്പണമുണ്ടോ അവിടെ നമുക്ക് വിജയിക്കാൻ തക്കൊണ്ട് സാധിക്കും. ഞാൻ എന്ന ഭാവം ഇല്ലാതായി ദൈവമേ നീയാണ് എല്ലാം എന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മൾ ഒന്നിനെക്കുറിച്ചും നമ്മൾ ഭാരപ്പെടേണ്ട. പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നു, എനിക്ക് അത് വേണം ഇത് വേണം ഒന്നും പ്രാർത്ഥിക്കണ്ട. നിന്റെ വേദന എന്താണെന്ന് ഉള്ളങ്ങളെ അറിയുന്ന ദൈവം അല്ലേ. നിന്റെ തലയിൽ നിന്ന് തലമുടി കൊഴിഞ്ഞാൽ
അവയെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ദൈവം അവിടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ മുമ്പ് അങ്ങനെയാണ് നിൽക്കുന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നിറവേറ്റി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അഭിമുഖം തന്നതിൽ പ്രത്യേകമായിരിക്കും സന്തോഷം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുൻ മാസ്റ്ററായിട്ടും ഇപ്പോൾ ബ്രദറായിട്ടും ഇപ്പോൾ ഞങ്ങളുടെ ഒരു വലിയ സഹോദരനായിട്ടും ഒക്കെ നിലകൊള്ളുവാൻ പ്രിയപ്പെട്ട തോമസ് കുട്ടി ബ്രദറിന് സാധിക്കുന്നുവല്ലോ. വളരെ എല്ലാവരെയും എല്ലാ തലങ്ങളിലും സ്നേഹിക്കുന്ന ഒരു വലിയ നല്ല മനുഷ്യൻ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ജീവിതം എത്ര അനുഗ്രഹീതമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം, ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുള്ളൊരു ജീവിതം, ദൈവത്തിൻ്റെ നടത്തിപ്പും ഇടപെടലുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവിച്ചറിയുന്ന ഒരു അനുഗ്രഹീത പൗരോഹിത്യ ശുശ്രൂഷയിൽ നിലകൊള്ളുന്ന, അത് മാത്രമല്ല കുർബാനകളിലും പ്രാർത്ഥനകളിലും അത് ആസ്വദിച്ച് ഭക്തി നിർഭരമായി അനേകർക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം വിളമ്പിക്കൊടുക്കുന്ന അച്ഛൻ്റെ അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയത്ത് നമുക്കൊരുമിച്ച് കാണാം. അതുവരേക്ക് ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ.